അള്ളാഹുവിന്റെ വിഷയം ഓർത്ത് അറിഞ്ഞിട്ടായെങ്കിൽ, അള്ളാഹുവിന്റെ മഹത്വത്തെ വിഷയം ഓർത്ത് അറിഞ്ഞിട്ടായെങ്കിൽ, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ വിഷയം അറിഞ്ഞിട്ടായെങ്കിൽ, പിന്നെ ഓർക്കും അവന്റെ ജീവനത്തിൽ എന്ത് കഷ്ടമെന്നെങ്കും അള്ളാഹു അല്ലാത്തങ്ങളെ വിഷയ ആലോചനാക്കാലെ. അള്ളാഹു അല്ലാത്തങ്ങളെ മുട്ട പോക അവന് സാധ്യമേ. ഖബറാലെ മാറട്ടി മുട്ട പോക, ജാറത്തങ്ങൾ മുട്ട പോക, മർച്ചങ്ങളോട്ട് പോയിട്ട് തേടുക, അല്ലെങ്കിൽ ഏതേ ഒരു ശേഖരം മുട്ട പോക അവനക്ക് സാധ്യമേ. കാരണം അള്ളാഹുവിന്റെ മഹത്വം പഠിച്ചോണെത്തിക്ക, അള്ളാഹുവിന്റെ വിഷയം പഠിച്ചോണെത്തിക്ക അല്ലേ. ഇന്ന ആൾമാർ ഖബറൊട്ടിയും ജാറത്തൊട്ടിയും ഔലിയാക്കന്മാരൊട്ടിയും പോകില്ല. കാരണം എന്തിരെ? ദീനെന്തിര പഠിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ മനസ്സിലാക്കിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹുവിന്റെ അറിവ് പോലെ അങ്ങ് അറിഞ്ഞിട്ടില്ല. അതേ ടിക്കർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തൊട്ടിಗೆ കേട്ട പോലെ അള്ളാഹുക്ക് ഒരു വക്കാറത്ത് നിങ്ങൾ കൊടുക്കില്ലേ അല്ലേ? അള്ളാഹുക്ക് ഒരു വക്കാറത്ത്, അള്ളാഹു ഒരു ഗാംഭീര്യത്തെ നിങ്ങൾ കൊടുക്കില്ലേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളുടെ സമൂഹത്തിൽ കേട്ടങ്ങളെ പോലെ ഇന്ന് ഞങ്ങളെ മുസ്ലിം സമുദായത്തെ ഒരു വിഭാഗം ആൾമാരൊട്ടിಗೆ കേക്കുനായിട്ട് പണ്ട്. കാരണം സുബൈ എഞ്ചെങ്ക് ബായ് തുറക്കരമേ ഔലിയാക്കന്മാരെ മുട്ട പോകൈറ്റി, ഔലിയാക്കന്മാർ അങ്ങനെ അങ്ങനെ ഈ കറാമത്ത് ഇങ്ങനെ അങ്ങനെ അത് ഇത് എന്തെല്ല ഇല്ലാത്ത കത്തം ഉണ്ടായ കത്തം എല്ലാം ആൾമാറിനോട് ഇട്ടിട്ട് ആൾമാർ അള്ളാഹുവിൽ നിന്ന് ദൂരാക്കിയിട്ട് ഈ ജാറത്തൊട്ടിയും കബറാലിമാരൊട്ടിയും വിളിക്കുന്ന ഒരു അവസ്ഥ ഇട്ടിക്കറ് അങ്ങളിൽ നിന്ന് നമുക്ക് കാണണ്ടേ. അങ്ങോട്ടേക്ക് കേൾക്കൂലെಂದ್ರೆ അള്ളാഹു ഒരു വക്കാറത്തില്ലേ ജീവനത്തിൽ അള്ളാഹുവിന്റെ വിഷയ പൽക്കവരുടെ ഒരു നാവു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ അദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഫിർസത്തോ സത്യവിശ്വാസിമാര സഹോദരന്മാರ അല്ലാഹു സുബ്ഹാനഹു വതആലರೋ പേടിച്ച് ജീവിക്കുന്നു ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ ഓടെ കൂടിയിട്ടുള്ളേ നിങ്ങൾട്ടോരോരുത്തരൊട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബു സുബ്ഹാനഹു വതആല തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരും ആക്കി തീർക്ക. എന്ത് കൈത്ത് ഞങ്ങ ദീന് പഠിക്കുന്നു ചൊല്ലെ ಟಾಪಿಕ್ಲೆ ತಿಕ್ಕರು ಇಂದು ನಿಂಗಲದೂರ್ಲು ಪಲ್ಕರಿಯೋಗು ನಾನು ಉದ್ದೇಶಿಕ್ರೆ. ನಂಗೆ ಬಿಡಿಂಡು ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಹದೀತ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಂತು ತಲಬುಲ್ ಇಲ್ಮಿ ಫರೀದತುನ್ ಅಲಾ ಕುಲ್ಲಿ ಮುಸ್ಲಿಮ್. ഇൽമു പഠിക്കരുത് എല്ലാ ഓരോ മുസ്ലിമരുടെ മേലും നിർബന്ധമായിട്ടിക്കർ ഫറീള ഫർളായിട്ടിക്കർ ചൊന്തൈത്തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്. ഇസ്ലാമിക്കರ ಬೇಸಿಕ್ ನಾಲೆಜ್ ഓരോ മുസ്ലിമും ഇക്കോണും ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി പോയി. മാത്രല്ല ദീനുൽ ഇസ്ലാം പഠിക്കുന്നതിರ മഹത്വം ಅಂದ್ರೆ ಅದರ ಶ್ರೇಷ್ಠತೆ ಅಂದ್ರೆ ಅದರ ಇಂಪಾರ್ಟೆನ್ಸ್ ಅಂದ್ರೆ ചൊല്ലത് ഖുർആനിലും ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമ്മ നമുക്ക് ശ്രേഷ്ഠത പഠിപ്പാട്ടി പോയി. ഇതെല്ലാം സാധാരണ ഞങ്ങൾ കേൾക്കുന്നതായി ഒരു വിഷയത്തിക്കർ ಅಂದ್ರೆ ദീനുൽ ഇസ്ലാമിന്റെ വിഷയ പഠിക്കണു, അത് നിർബന്ധമായിട്ടിക്കർ, ಅದರ ಶ್ರೇಷ್ಠತೆ ഇങ്ങനെ ഉണ്ടു, ಅದರ ಇಂಪಾರ್ಟೆನ್ಸ್ ഇങ്ങനെ ഉണ്ടു ചൊല്ലതെല്ലാം ഞങ്ങ സാധാരണ കേൾക്കുന്നതായ ഒരു പൽക്കൈത്തിക്കർ. മാത്രം ഇണ്ട് ഞങ്ങൾ മനസ്സിലാക്കുക പോണ്ടേ എന്ത് കൈത്ത് ദീനുൽ ഇസ്ലാമിന്റെ വിഷയം ഞങ്ങൾ പഠിക്കണം. ദീനുൽ ഇസ്ലാമിന്റെ വിഷയ പഠിക്കുന്നത് ഫർലൊക്കു നിർബന്ധಕ್ಕೂ ಮಾತ್ರ എന്ത് കൈത്ത് ಅದಕ್ಕುள்ள ಏಮೆಂದ್ರೆ ദീനുൽ ഇസ്ലാമിന്റെ വിഷയ പഠിക്കുന്നതിരെ ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഗോൾ എന്ത് ಅದಕ್ಕೆ ಅದರುள்ள ലക്ഷ്യം എന്ത് ഇതൈറ്റിക്കർ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ഫോക്കസ് ആക്കുന്ന വിഷയ. ഞങ്ങിപ്പ ദുനിയാവുരെ വിഷയ പഠിക്കുന്ന ഒരാളൊട്ടിಗೆ കേട്ടെങ്കിൽ
നിന്റെ ഏം എന്തിര്? അപ്പൊ ദുനിയാവുരെ വിഷയം പഠിക്കുന്ന ഒരാൾക്ക് ഒരു ഏമിക്കത് അല്ലെ, പഠിച്ചിട്ട് നല്ല ഒരു ജോബ് കെത്തണു, നല്ല ശമ്പളം കിട്ടണു, ഇങ്ങനെയുള്ള കൊറിയ ഗോള് ചൊല്ലാർ. മാത്രം ദീനുൽ ഇസ്ലാമിന്റെ വിഷയം പഠിക്കുന്ന നങ്ക് ഇക്വനായ ഗോൾ എന്തിര്, അതിൽ നങ്ക് കിട്ടണായ ലക്ഷ്യം എന്തിര്, എന്ത് കൈത്ത് ഞങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ വിഷയം പഠിക്കണം. അവിടെ തിക്കർ ഒന്നാമത്തേത് ഞങ്ങൾ മനസ്സിലാക്കുക വിഷയ ജഹിലിൽ നിന്ന് ബച്ചവാവുക തിക്കർ. ഒന്നാമത്തേത് ഞങ്ങൾ ദീനുൽ ഇസ്ലാം പഠിക്കുക കാരണം. ദീന് പഠിക്കുക ഒന്നാമത്തെ കാരണം എന്തിരെ? ജഹില്, അറിവില്ലായ്മ, അതെ പിടില്ലാത്ത വിഷയ, അതിൽ നിന്ന് ബച്ചവാവുക ഇട്ടിക്കണു ഞങ്ങ ദീന്റെ വിഷയം പഠിക്കണായി അല്ലെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടി തന്നത് കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോവണ്ട അല്ലെ. ജാഹിലീങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോവണ്ട. ജഹല് വർക്കും മിക്കു തീരാ ചൊന്തൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടു. മാത്രല്ല ജാഹിലീങ്ങളെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര ശക്തമായിട്ട് എതിർത്തിട്ടൈത്തിക്കർ ഖുർആൻ പൽക്കറിഞ്ഞിരി. ഇൽമു വിഷയത്തിൽ പഠിക്കില്ല, ഇൽമുറി വിഷയം അറിയില്ല, ദീൻ എന്തിനെ ചൊന്ത അറിയില്ല, ഇങ്ങനെ ദീന് പഠിക്കാത്ത ആൾമാരുടെ വിഷയത്തിൽ ഖുർആൻ ശക്തമായിട്ട് എതിർത്തറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിൽ ചൊല്ലുറ, ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യഅഖിലൂൻ. അല്ലാഹുവിനെ മുട്ട എല്ലാ തണ്ടി ചീഞ്ഞ ആൾമാർ, ഇന്ന ശർറദ് ദവാബി എല്ലാ തണ്ടി ഷർറ് പിടിച്ചങ്ങ അസ്സുമ്മുൽ ബുക്കും. വലൈക്കും സലാം. അപ്പൊ എല്ലാ തണ്ടി ഷർറ് പിടിച്ചങ്ങ അസ്സുമ്മുൽ ബുക്കും, കാത് കേക്കാത്തങ്ങും ബായ് ബറാത്തങ്ങും എത്തിക്കറാറ്. അല്ലദീന ലാ യഅഖിലൂൻ, ബുദ്ധി കൊടുത്തു ചിന്തനാക്കാത്തങ്ങ. അപ്പൊ ഇവിടെ ബായ് ബറാത്തങ്ങും കാത് കേക്കാത്തങ്ങ ചൊന്നെങ്കാറ് സാധാരണ ബായ് ബറാത്തങ്ങളെ വിഷയമാ ചൊല്ലറേ അല്ല. അല്ല സാധാരണ കാത് കേക്കാത്തങ്ങളെ വിഷയമാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നറേ അല്ല. കാതല്ല കേക്കറ്, ബായല്ല പണ്ട് മാത്ര കേക്കരുത് കേക്കില്ല, പഠിക്കരുത് പഠിക്കില്ല, ഇൽമുടെ വിഷയത്തിൽ അറിയില്ല. അതേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉദ്ദേശിക്കറേ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ എക്സ്പ്ലെയിൻ ആക്കി ചൊല്ലറു, അഖ്ബറ അന്നൽ ജുഹാല ശർറുദ് ദവാബി ഇൻദഹു. അല്ലാഹുവിനെ മുട്ട എല്ലാ തണ്ടി ഷർറ് പിടിച്ചങ്ങ ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ചൊന്നറേ അൽ ജുഹാൽ, ജാഹിലുമാരുടെ വിഷയത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നറേ ഇൽമുറെ വിഷയ. ഈ ഇൽമ ഏതിര്? ദുനിയാവുറെ ഇൽമുറെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പൽക ಬರ್ರೆ ಅಲ್ಲ. ദീൻര ഇൽമുറെ വിഷയത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൽക ಬರ್ರೆ. ദീൻര ഇൽമുറെ വിഷയത്തിൽ പഠിക്കാത്ത ഒരാള് അവണു അതെ മൃഗത്തിൽ വെച്ചിട്ട് ദവാബ് ചൊന്നേന്ദ്രെ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ബസ്തിൽ നിന്നും എല്ലാ തണ്ടി ഷർറ് പിടിച്ചോൺ ചൊന്നെങ്കിൽ നിങ്ങൾ ഔത്തരെ പൂച്ചര കാണ, അല്ലെങ്കിൽ നിങ്ങൾ ഔത്തരെ പൈര കാണ, അല്ലെങ്കിൽ നായിര കാണ കടാൻ ചൊന്തേത്തിക്കർ അള്ളാഹു ഈ ആയത്തിൽ ചൊല്ലു. കാരണം അത്രമാത്രം ഷർറ് പിടിച്ചങ്ങൈറ്റിക്കറ. അപ്പൊ ദീന്റെ ഇൽമു ചൊല്ലത് അത്രമാത്രം മഹത്തുള്ളതൈറ്റിക്കറ്. അത് ഞങ്ങൾ എന്തുക പഠിക്കരേ? ജഹലിൽ നിന്ന് ബച്ചവാവുക ഇറ്റിക്കറ്. അള്ളാഹു ആക്ഷേപിച്ച ജഹല് അതിൽ നിന്ന് ബച്ചവാവുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേൽമാരൊട്ടിಗೆ പൈ അറക്കുക വേണ്ടി ചൊന്നപ്പ അങ്ങ് കൊറിയ ക്വസ്റ്റ്യൻ കേട്ടാർ. അപ്പൊ അതില് മൂസാ നബിയൊട്ടിಗೆ അങ്ങ് കേൾക്കറേ, നിങ്ങൾ എന്റെ തമസാക്ക ഞങ്ങളെ തമസാക്രമ നിങ്ങ ചൊന്ത് കേട്ടപ്പ മൂസാ നബി എന്ത്ര ചൊന്നേ, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ജാഹിൽമാരുടെ കൂട്ടത്തിൽ നിന്ന് പെട്ടുപോണ്ടത്, ജാഹിൽമാരുടെ കൂട്ടത്തിൽ പെട്ടുപോണ്ടതിൽ നിന്ന് ഞാൻ അല്ലാഹുവൊട്ടിಗೆ രക്ഷ തേടുற. അപ്പൊ ജാഹിൽമാരുടെ കൂട്ടത്തിൽ പെടുക നക്ക് ഇഷ്ടില്ല ചൊന്തേത്തിക്കർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചൊല്ലറ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊട്ടിಗೆ ഉപദേശാക്കിற ഒരു ഉപദേശം ഉണ്ട് അല്ലെ. കപ്പല് അങ്ങ മുസ്ലിമീങ്ങ മുഅ്മിനീങ്ങ ബച്ചവായപ്പ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമರ മോണു തന്നിൽ മുങ്ങിട്ട് ചാവുര സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലൊട്ടിಗೆ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആർക്കർ, അല്ലാഹുവേ നന്റെ മോണു നന്റെ കുടുംബത്തിൽ പെട്ടവണു നീ ബച്ചവാക്ക് റബ്ബേ ചൊന്തു ചൊന്നപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറേ, നിന്റെ മോൺ അത് നിന്റെ കുടുംബത്തിൽ പെട്ടവണല്ല, നീന്റൊട്ടിಗೆ ನಾ ಉಪದೇಶಾಕ್ರೆ ಇನ್ನಿ ಅಇದುಕ ಅನ್ ತಕೂನ ಮಿನಲ್ ಜಾಹಿಲೀನ್. ജാഹിലുമാരുടെ കൂട്ടത്തിൽ പെടാണ്ടിക്കുകയിട്ട് നാനിക്ക് ഉപദേശാക്ര ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു അല്ലെ. ജാഹിലുമാരുടെ കൂട്ടത്തിൽ നീ പെടണ്ട ചൊന്തൈത്തിക്കറ് നൂഹ് നബിയൊട്ടിಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശാക്രെ. അപ്പൊ ഞങ്ങ ജഹലിൽ നിന്ന് ബച്ചവാവും, അറിവില്ലായ്മയിൽ നിന്ന് ബച്ചവാവും, ജാഹിലുമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുകുത്തീറാം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ ദഅവത്ര വിശേഷം ഒന്നപ്പ ആ ദഅവത്ര തടയിറങ്ങ ജണ്ടു കൂട്ടാൽമാർ ಅಂತೈತಿಕ್ರು സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ചൊല്ലും ജണ്ടു കൂട്ടാൽമാർ അവന്റെ ദീൻ പ്രചാര അവരിൽ നിന്ന് തടയിറങ്ങ ജണ്ടു കൂട്ടാൽമാർ ഒന്നു അക്രമിമാർ ജണ്ട് ജാഹിലുമാർ ഇതേറ്റിക്ರು അല്ലാഹു ഖുർആനിൽ ചൊല്ലും അപ്പൊ ഈ ജാഹിലുമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉറക്കംപെടുകുത്തീറ ഞങ്ങളുടെ ജീവനത്തിൽ സീരിയസ് ആയിട്ട് ഞങ്ങൾ ആലോചനാക്കി നോക്കൂ ക്ലാസ്സുകളിലെ ബണ്ട എല്ലാം ആക്കറ ക്ലാസ്സെല്ലാം കേൾക്കറ ഓൺലൈനിലും ഓഫ്ലൈനിലും അതേപോലെ ഓഡിയോ വീഡിയോ എല്ലാം കേൾക്കറ യഥാർത്ഥ രൂപത്തിൽ ഞങ്ങൾ പഠിക്കുക ദീന്റെ വിഷയത്തിൽ പഠിക്കുക ഞങ്ങൾ റെഡിയായിരാമ ഒന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചനാക്കി നോക്കൂ എത്രത്തോളം ഞങ്ങൾ ദീന്റെ വിഷയത്തിൽ പഠിക്കുക ട്രൈ ആക്കിര അല്ലേ ആലോചന ആക്കണ്ട ഞങ്ങൾ ഖുർആന് 30 ജുസു ഉണ്ട് ആ 30 ജുസുలు ഒരു ജുസു കാണാണ്ട് പഠിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യത ഒരു ജുസുമയോ അത്ര ആ ഒരു ജുസു പഠിക്കുക ഞങ്ങളെ കൊണ്ട് കാണാണ്ട് പഠിക്കുക സാധ്യത അല്ല പോട്ട് അര ജുസു പഠിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യത ഞങ്ങൾ ആലോചനാക്കുന്നു അല്ലെ ഖുറാഫാത്തിലിക്കുമ്പത്തുകു മാല മൗലൂദ്ര ഫെറോലു അതേപോലെ ശരിക്കിയായ ബാക്കിന്റെ ഫെറോൽ എല്ലാം നടന്നിട്ട് ഞങ്ങൾക്ക് ദീന് പഠിക്കുക ടൈം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ദീന് പഠിക്കുന്ന ബോധം ഇല്ല ಅಂತ തൗഹീദ് ಬಂದೇൽ പിന്നെ എത്ര ഞങ്ങൾ ദീന് പഠിച്ച തൗഹീദ് ಬಂದೇൽ പിന്നെ എത്ര ഞങ്ങൾ ഖുർആന്റെ വിഷയം പഠിച്ച ഞങ്ങൾ ആലോചനാക്കുനായി ഒരു കാര്യത്തിക്ക് ഖുർആനിൽ 6000 ചില്ലറ ആയത്തുണ്ട് ആ ആയത്തിലെ 10 ഒരു ഭാഗ 10 ഒരു ഭാഗം ചൊന്നെ 60 ആയത്ത് കാണാണ്ട് പഠിക്കുക സാധ്യത അതേപോലെ നോക്കി ഓതുക ഞങ്ങൾക്ക് എത്ര പിടിയുണ്ട് ഖുർആന് നോക്കി ഓതുക ഞങ്ങൾക്ക് സാധ്യവറ നോക്കി ഓതുക കാണാണ്ട് പഠിക്കരുത് ಬಿಡು നോക്കി ഓതുക സാധ്യവറ നോക്കി ഓതുറുದು ജോറ് ഓതുക കുറെ ആൾമാർ പേടിക്കിற ആ പല്ലിൽ തെച്ചിട്ട് നോക്കി ഓതുക ജോറ് ഓതുക പേടിക്കിற എന്തേ എവിടെ തപ്പി പോണ്ടാണ് ആൾമാർ നന്റെ ചിരിക്കിറാറാണ് അപ്പൊ അത്രത്തോളം ഞങ്ങള് ഖുർആനുമായിട്ടുള്ള ബന്ധം എന്തരെ അത് ഞങ്ങൾ ആലോചനാക്കുനായി ഓർക്കാരെ തജ്വീദ് അതൊരു വേറെ വിഷയ അത് പഠിക്കനായത് ഇട്ടിക്കറ് തജ്വീദ് അല്ലാണ്ടെ അത് തപ്പുറത് എത്ര വലിയ അർത്ഥമേ ചേഞ്ച് ആവുന്ന പോലെ തപ്പു ഓതിറങ്ങ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾമാറുള്ള അപ്പൊ അതല്ല ഞങ്ങൾ എത്രത്തോളം ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടാ ചൊല്ലത് ഞങ്ങൾ അത് ആലോചനാക്കുനായി ഒരു കാര്യത്തിക്കറ് അതേപോലെ ഹദീസിന്റെ വിഷയത്തിലായെങ്കിൽ എത്ര ഹദീസ് ഉണ്ട് 10,000 ചില്ലറ ഹദീസ് ഉണ്ട് ഹദീസ് എത്ര ഗ്രന്ഥം ഉണ്ട് ആ ഹദീസിന്റെ കൂട്ടത്തില് 10 ഒരു ഭാഗ 10,000 ഒരു ഭാഗം ചൊന്നെങ്കിൽ ഒരു അംശം ചൊന്നെങ്കിൽ ഒരു 100 ഹദീസ് കാണാണ്ട് പഠിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യത 100 ഇവിടെ 50 ഹദീസ് 50 ഇവിടെ 10 ഹദീസ് ഒരു സമത്തിൽ പഠിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യത സഹീഹുൽ ബുഖാരി എത്രമാ ക്ലാസ്സിൽ ഞങ്ങൾ കേൾക്കുന്ന വിഷയത്തേക്ക് സഹീഹുൽ ബുഖാറിൽ അങ്ങനെ ഉണ്ട് സഹീഹുൽ ബുഖാറിൽ ഇങ്ങനെ ഉണ്ട് സഹീഹുൽ ബുഖാരി ജീവനത്തിൽ കയ്യിൽ തൊട്ടു നോക്കിരാമ അല്ലെ കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ടു വർക്കേനെ നോക്കിരാമ അപ്പൊ ചൊല്ലുമ്പോ എന്ത് ചൊല്ലറ അത് ഞങ്ങൾക്ക് അറബി തരില്ലല്ലേ അതിന് ട്രാൻസ്ലേഷൻ എത്ര ഉണ്ട് ഇംഗ്ലീഷിലുണ്ട് ട്രാൻസ്ലേഷൻ അപ്പൊ അതെല്ലാം ഞങ്ങൾ നോക്കിയിട്ട് ഒരു നാളിങ്ങനെ പഠിക്കുക ഒരു നാളിങ്ങനെ നോക്കിയിട്ട് ഓതുകൂ ഞങ്ങളെ കൊണ്ട് സാധ്യവറ അപ്പൊ എത്രത്തോളം സീരിയസ് ആയിട്ട് ഞങ്ങൾ ദീന് പഠിക്കുകയായിട്ട് ഇൽഞ്ഞിറാറ് ചൊല്ലത് ഞങ്ങൾ ആലോചനാക്കുനായി ഒരു കാര്യത്തിക്ക് ക്ലാസ് എന്തും ബണ്ടില്ല വിടൂർ സ്വന്തം ഔത്തുല് വെച്ചിട്ട് അങ്ങ് പഠിക്കൂ അത് കഴിഞ്ഞ് ഞങ്ങൾ കോശിച്ചാൽ ക്ലാസ് ഞങ്ങളുടെ ജുബൈൽ എത്രമാ ക്ലാസ് സംവിധാനം ആക്കിയുള്ള ഇവ വെള്ളിയാഴ്ച ക്ലാസ് അൽഹംദുലില്ലാ ഞങ്ങൾക്കിപ്പ സ്റ്റാർട്ട് ആയിട്ട് അതേപോലെ ഫാമിലി ക്ലാസ് നടന്നുകൊണ്ടു ഇസ്ലാം സെന്ററിൽ ഫാമിലി ക്ലാസ് നടന്നുകൊണ്ടു സീറത്തുൻ നബി 47 ക്ലാസ് ആയിട്ട് ആ 47 ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലെങ്കും അറ്റൻഡ് ആവുക ഞങ്ങളെ കൊണ്ട് സാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ പഠിക്കുന്ന വിഷയത്തിൽ ഒരു ക്ലാസ്സിലെങ്കും അറ്റൻഡ് ആവുക ഞങ്ങളെ കൊണ്ട് സാധ്യത അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ആലോചനാക്കുനായി ഒരു കാര്യത്തേക്ക് അപ്പൊ അത് കഴിട്ട് ദീന് ഞങ്ങൾ എന്ത് കഴിട്ട് പഠിക്കണു ജഹ്ല് ഇല്ലാണ്ടാവും അറിവില്ലായ്മ ഇല്ലാണ്ടാവുകയിട്ടിക്കറ് ഒന്നാമത്തെ കാരണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ളൂ രണ്ടാമത്തേത് ഞങ്ങൾ ദീന് പഠിക്കുള്ള രണ്ടാമത്തെ കാരണം എന്തേ ദീന് പഠിക്കുന്നത് ഒരു ഇബാദത്തെ എത്തിക്കറ് സാധാരണ കുറെ ആൾമാർ ഇബാദത്തുക്ക് നല്ല ഉത്സാഹ കാട്ടറ നിസ്കരിക്കുന്ന വിഷയത്തിലും സുന്നത്ത് നിസ്കാര നോമ്പ് ഇതൊക്കെല്ലാം ഉത്സാഹ കാട്ടറ മാത്രം ദീന് പഠിക്കുന്ന വിഷയത്തിൽ എന്തില്ല അതൊക്കെ ഉത്സാഹം ഇല്ല അത് ഇബാദത്തുണ്ട് മനസ്സിലാക്കാത്ത സബല എത്തിക്കറ് ദീന് പഠിക്കുന്നതും ഒരു ഇബാദത്തെ എത്തിക്കറ് ദീന് പഠിക്കുന്നതും ഒരു ഇബാദത്തെ എത്തിക്കറ് അല്ലേ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ ഉണ്ടാക്കിയതും എന്ത് ഗൗണ്ട് മാത്രം ഇബാദത്താക്കൂ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ അല്ലാഹുവരെ മാത്രം ഇബാദത്താക്കുക എത്തിക്കർ അല്ലാഹു ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ അതിനോട് ആ ദീന് പഠിക്കരുത് എന്ത് ഞങ്ങൾ വേറെ വയ്ക്കര് അതും ഒരു ഇബാദത്ത് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഫഅലം
நீ அறியணும் அன்னஹு லா இலாஹ இல்லல்லாஹ் அல்லாஹ் அல்லாஹ்ட்ட ஒரு இலாஹ் இல்ல சொல்றது நீ படிக்கணும்ட்டை திக்ரு அல்லாஹ் சுப்ஹானஹு வ தஆலா படிப்பாட்டும். நபி ஸல்லல்லாஹு அலைஹி வஸல்லம் ரொட்டிಗೆ திக்ரு அல்லாஹ் சொல்றி. அப்ப அது நாங்க ஓதுற நங்கும் அது பாதகை திக்ரு. லா இலாஹ இல்லல்லாஹ் என்று சொல்லது படிக்கணும். மாத்திரல்ல நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொந்து மன் சலக தரீகன் யல்தமிசு ஃபீஹி இல்மன் സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആറ് ദീനു പഠിക്കുകയിട്ട് ഒരു തെരുളു ഇഴിഞ്ഞു പോയാറാ അവണു സ്വർഗത്തുകുള്ള തെരു അവണുകുള്ള സ്വർഗത്തുകുള്ള തെരു അല്ലാഹു സുബ്ഹാനഹു വ തആല സുലാബാക്കി കൊടുക്കറാണ്ടേ തിക്കർ. അല്ല അത് നേരായ ഒരു വിഷയത്തിക്കർ. ഒരു ഇൽമു പഠിക്കുന്ന ഒരാൾ ഇബാദത്താക്കുന്നതിലും ഇൽമു പഠിക്കാത്ത ഒരാൾ ഇബാദത്താക്കുന്നതിലും രണ്ട് വ്യത്യാസമുണ്ട്. ഇൽമു പഠിച്ച ഒരാൾ ഇബാദത്താക്കുന്നതും ഇൽമു പഠിക്കാത്ത ആൾ ഇബാദത്താക്കുന്നതിലും രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇല്ലാണ്ട് ഞങ്ങൾ ചൊന്തക്കാറില്ല, രണ്ടും ഡിഫറൻസ് ഉണ്ട്. കാരണം എന്തേ, ഇപ്പൊ നോക്കൊരു ഒരു നിസ്കാരത്തെ വിഷയം എടുത്തു നോക്കൊരു നിസ്കാരത്തില് അതിന് ഷർത്തുണ്ട്, അതിന് ഫർളുണ്ട്, അതിന് വാജിബുണ്ട്, അതിന് സുന്നത്തുണ്ട്. ഇതൊരു ഇൽമു പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് പാലനാക്കുക സാധ്യമാവും. ഇൽമു പഠിക്കാത്ത ഒരാൾ നിസ്കരിക്കുന്നവനുണ്ടായെങ്കിൽ ചിലപ്പോ ഷർത്ത് ഇല്ലാണ്ടാവും അവന്റെ നിസ്കാരത്തിൽ, അതേപോലെ ചിലപ്പോ വാജിബില്ലാണ്ടാവും, അതേപോലെ ചിലപ്പോ സുന്നത്തില്ലാണ്ടാവും. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളുടെ ഇബാദത്തും ഇത് പഠിക്കാത്ത ഒരാളുടെ ഇബാദത്തും രണ്ട് വ്യത്യാസവും. അത് കൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കേൾക്കற ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമു പഠിக்கிறவனும் ഇൽമു പഠിക്കാത്തവனுം ഒരേപോലെമാ അല്ല, ഒരേപോലെ അല്ലാണ്ട് കൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല சொல்ற. அப்ப அது கைத்து ഇതൊരു ഇബാദത്ത് சொல்ற നിലക്ക് ഞങ്ങ കണ്ടിട്ട് ഈ ഇൽമു പഠിക്കുകയായിട്ട് ഞങ്ങ മുന്നോട്ട് പറഞ്ഞു ചൊല്ലതേറ്റിക്കറ്. രണ്ടാമത്തേത് ഞങ്ങ മനസ്സിലാക്കുകയില്ലേ, എല്ലാ ഇബാദത്തും ഇക്ര പോലത്തെ ഇഖ്ലാസ് ദീന് പഠിക്കുന്നതിലും വേണം. എല്ലാ ഇബാദത്തിലും ഇഖ്ലാസ് വേണം. ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഇഖ്ലാസും പിന്നെ ഒന്ന് ഇത്തിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ആക്കിയിട്ട് എത്തിക്കുന്നു ഇബാദത്താക്കുണായി. അതേപോലത്തെ വിഷയ ദീന് പഠിക്കുന്നതിലും ഉണ്ടു ചൊല്ലാൻ നാം മനസ്സിലാക്കും. ദീന് പഠിക്കുന്നതിൽ ഇഖ്ലാസ് കാട്ടില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്തേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മൻ തഅല്ലമ ഇൽമൻ, ആരെങ്കിലും ഇൽമു പഠിക്കാറ് മിമ്മ യുബ്തഗ ബിഹി വജ്ഹ അല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വജ്ഹ് ഉദ്ദേശിക്കണായ ഇൽമു, അത് അങ്ങനെ പഠിക്കണായ ഒരാൾ മാത്രം എന്താക്കില്ല, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കില്ല. ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അർള മിന ദുനിയ, ദുനിയാവിലെ എന്തേ ഒരു ലാഭം ഉദ്ദേശിച്ചിട്ട് ഓർത്ത ദീന് പഠിച്ച അങ്ങനെ ഉണ്ടായെങ്കിൽ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലുണ്ട് സ്വർഗത്തെ മണസമയത്ത് അവന് കിട്ടില്ല. അല്ലെ ആൽച്ചന സുബ്ഹാനല്ലാഹ്, സ്വർഗത്ത് പോണ്ടി വിഷയപ്പെടും, സ്വർഗത്തെ മണസമയത്ത് അവനക്ക് ആസ്വദിക്കുകയില്ല. അപ്പൊ ദീന് പഠിച്ചിട്ടും നരകത്ത് പോകേണ്ട അവസ്ഥ. ദീന് പഠിച്ചെന്തെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചിട്ടല്ല, പിന്നെ ദുനിയാവിൽ എന്തേ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട്, ദുനിയാവിൽ എന്തേ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തേ ഒരു ജോബ് കിട്ടുക, ആ ദീന് പഠിച്ച ആ ദീന് പഠിക്കരുത്. പരലോകത്ത് അത് അവനക്ക് നഷ്ടാവൂ, പരലോകത്ത് അവനക്ക് അത് ഷർറായിട്ട് പണ്ട് സ്വർഗത്തെ മണസമയത്ത് അവന് കിട്ടില്ലാണ്ട് തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടു. അപ്പൊ അത് കഴിഞ്ഞ് ദീന് പഠിക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാവണു, അതൊരു ഇബാദത്തായിട്ട് ഞങ്ങൾ കാണുന്നു ചൊല്ലത് തിക്കർ. രണ്ടാമത്തേത് ഞങ്ങൾ ദീന് പഠിക്കൂല്ലേ കാരണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കൂല്ല. മൂന്നാമത്തേത് ദീന് പഠിക്കൂല്ല കാരണം ദീന് പഠിക്കുന്ന എന്ത് അള്ളാഹുവിന്റെ യഥാർത്ഥ രൂപത്തിൽ പേടിക്കുകയറ്റിക്കോളും. അല്ലേ, ഞങ്ങൾ ദീന് പഠിക്കുന്ന എന്ത് അള്ളാഹുരെ യഥാർത്ഥ രൂപത്തിൽ പേടിക്കും. അള്ളാഹുരെ പേടിയുണ്ട് ചൊന്ത് ബായിൽ ചൊന്തക്കാരില്ല. അത് ദീന് പഠിക്കും തക്ക എന്താ അള്ളാഹുരെ പേടി യാറായും പണ്ട് മനസ്സിൽ അള്ളാഹുരെ വിഷയം നമുക്ക് പിടിയാവും, അള്ളാഹുരെ മഹത്വത്തെ പിടിയാവും, അള്ളാഹുരെ ഗാംഭീര്യത്തെ വിഷയം നമുക്ക് പിടിയാവും. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുറേ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുരെ അടിമമാരിൽ അള്ളാഹുരെ പേടിக்கிறങ്ങാറ് ഉലമാ, ഇൽമുല്ലങ്ങ, ഇൽമു പഠിக்கிறങ്ങ. അല്ലേ, അപ്പൊ ഇൽമു പഠിக்கிறങ്ങ കൈത്തിക്കർ അള്ളാഹുരെ യഥാർത്ഥ രൂപത്തിൽ പേടിക്കുക സാധ്യവരെ. അപ്പൊ അള്ളാഹുരെ യഥാർത്ഥ രൂപത്തിൽ പേടിക്കുള്ള ഉദ്ദേശത്തിലെത്തിക്കണു ഞങ്ങൾ ദീനു പഠിക്കണായ ചൊല്ലം ഞങ്ങൾ മനസ്സിലാക്കും. അള്ളാഹുരെ വിഷയവർത്ത അറിഞ്ഞിട്ടായെങ്കിൽ, അള്ളാഹുരെ മഹത്വത്തെ വിഷയവർത്ത അറിഞ്ഞിട്ടായെങ്കിൽ, അള്ളാഹുരെ ഗാംഭീര്യത്തെ വിഷയം അറിഞ്ഞിട്ടായെങ്കിൽ പിന്നെ ഓർക്കും അവന്റെ ജീവനത്തിൽ എന്ത് കഷ്ടമെന്നെങ്കും അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ച വിഷയ ആൽച്ചനാക്കാല. അള്ളാഹു അല്ലാത്തങ്ങളെ മുട്ട പോക അവന് സാധ്യമേ ഇല്ല. ഖബറാലെ മാറട്ടി മുട്ട പോക, ജാറത്തങ്ങൾ മുട്ട പോക, മർച്ചങ്ങളോട്ട് പോയിട്ട് തേടുക, അല്ലെങ്കിൽ ഏതേ ഒരു ശേഖര മുട്ട പോക അവനക്ക് സാധ്യമേ ഇല്ല. കാരണം അള്ളാഹുരെ മഹത്വം പഠിച്ചവനെത്തിക്കറ, അള്ളാഹുരെ വിഷയം പഠിച്ചവനെത്തിക്കറ. അല്ലേ,
ഇന്ന ആൾമാര് ഖബറിനൊട്ടിയും ജാറത്തൊട്ടിയും ഔലിയാക്കന്മാരൊട്ടിയും പോകുള്ള കാരണം എന്തിരെ? ദീനെന്തിരെ പഠിച്ചിട്ടില്ല, അള്ളാഹുടെ ഗാംഭീര്യത്തെ മനസ്സിലാക്കിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരി, അള്ളാഹുടെ അറിവ് പോലെ അങ്ങ് അറിഞ്ഞിട്ടില്ല. അതേ ടിക്കർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തൊട്ടിಗೆ കേട്ട പോലെ അള്ളാഹുക്ക് ഒരു വക്കാറത്ത് നിങ്ങൾ കൊടുക്കില്ലേ അല്ലെ? അള്ളാഹുക്ക് ഒരു വക്കാറത്ത്, അള്ളാഹു ഒരു ഗാംഭീര്യത്തെ നിങ്ങൾ കൊടുക്കില്ലേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളുടെ സമൂഹത്തിൽ കേട്ടങ്ങളെ പോലെ ഇണ്ട് ഞങ്ങള് മുസ്ലിം സമുദായത്തെ ഒരു വിഭാഗം ആൾമാരൊട്ടിಗೆ കേക്കുനായിട്ട് പണ്ട്. കാരണം സുബൈ ಎಂಚೆಂಗ್ ಬಾಯ್ ತೊರ್ಕರಮೇ ഔലിയാക്കന്മാരെ മുട്ട പോകൈറ്റി ഔലിയാക്കന്മാർ അങ്ങനെ അങ്ങനെ ഈ കറാമത്ത് ഇങ്ങനെ അങ്ങനെ അത് ഇത് എന്തെല്ല ഇല്ലാത്ത കത്തം ഉണ്ടായ കത്തം എല്ലാം ആൾമാറിനോട് ഇട്ടിട്ട് ആൾമാർ അള്ളാഹുവിൽ നിന്ന് ദൂരാക്കിയിട്ട് ഈ ജാറത്തൊട്ടിയും കബറാലിമാരൊട്ടിയും വിളിക്കുന്നവർ അവസ്ഥ ഇട്ടിക്കറ് അങ്ങളിൽ നിന്ന് നമുക്ക് കാണ്ടി അങ്ങനൊട്ടിಗೆ കേൾക്കൂലെಂದ್ರೆ അള്ളാഹുಗೆ ഒരു വക്കാറത്തില്ലേ? ജീവനത്തിൽ അള്ളാഹുടെ വിഷയ പൽക്കവരുടെ ഒരു നാവ് അങ്ങനെ നിന്ന് നമുക്ക് കാണുക സാധ്യല്ല. അങ്ങനെ സ്പീച്ചില് 100% ಅಂದ್ರೆ ಖಾಲಿ ഇങ്ങനത്തെ അള്ളാഹു അല്ലാത്തങ്ങളെ മഹത്വ കൊടുക്കರೆ CM മടൂറങ്ങളെ മഹത്വ ഊറത്തങ്ങളുടെ മഹത്വ ഇതല്ലാണ്ട് വേറെന്തും നമുക്ക് കാണാൻ സാധ്യല്ല. ഇത് എന്തിങ്ങനെ അവിടെ ദീന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ടില്ല, അള്ളാഹുടെ വിഷയം പഠിച്ചിട്ടില്ല, അള്ളാഹുടെ യഥാർത്ഥ രൂപത്തിൽ അറിഞ്ഞിട്ടില്ല ചൊല്ലത് ഇട്ടിക്ക്. അപ്പൊ ഞങ്ങൾ ദീന് പഠിക്കണായി അള്ളാഹുടെ യഥാർത്ഥ രൂപത്തിൽ പേടിക്കുക ഇട്ടിക്കുന്നു ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും. ഇനി ഒരാള് ദീന് പഠിച്ചിട്ടും അള്ളാഹുടെ പേടിച്ചിട്ടില്ലാണ്ടായെങ്കിൽ അവൻ ആലിം അല്ലാണ്ട് എത്തിക്കറ് ഉലമാക്കന്മാർ ചൊല്ലറ്. അതെ താബിയമാർ റബീഉ ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ലറ് മല്ലം യഖ്ഷല്ലാഹ്, അള്ളാഹുരെ ആര് പേടിക്കില്ലമാ ഫലൈസ ബി ആലിമീൻ, അവൻ ആലിമേ അല്ല. അല്ല ഇൽമു പഠിച്ച അള്ളാഹുരെ പേടിക്കില്ല, അങ്ങനത്തെ അവൻ ആലിമേ അല്ലാണ്ട് എത്തിക്കറ് റബീഉ ഇബ്നു അനസ് റഹിമഹുല്ലാ നമുക്ക് പഠിപ്പാട്ട്. അതേപോലെ മുജാഹിദ് റഹിമഹുല്ലാ അയാൾ ചൊല്ലറ് ഇന്നമൽ ആലിമ മൻ ഖശിയ അല്ലാഹ അസ്സ വജൽ, ഒരാൾ ആലിമുണ്ട് അങ്ങനെ കൊന്തവിടെ അവൻ അള്ളാഹുരെ പേടിக்கிறവനുണ്ടായി മാത്രം. അള്ളാഹുരെ വിഷയ പേടിക്കിற ಕೊರ್ತ ಅವನೇ ಇಟ್ಟಿಕ್ಕರೆ ಯಥಾರ್ಥ ರೂಪದಲ್ಲಿ ಆಲಿಮುನ್ ಚೊಂತು ಮುಜಾಹಿದ್ ರಹ್ಮಹುಲ್ಲಾ ಚೊಲ್ಲறது ಕಾಣ್ ಅಲ್ಲೇ. അള്ളാഹുരെ പേടിക്കാണ്ട് ഇത്ര ഇൽമിന്ത് എന്ത്ര കാര്യം, ഇത്ര ഇൽമു പഠിച്ചിട്ട് അള്ളാഹുരെ പേടിക്കാത്തവನು ആലിം ആവനുണ്ടായി എല്ലാ തന്റെ വലിയ ആലിമാറാവണിന്ത് ഇബ്ലീസ് അല്ലെ. ഇബ്ലീസ് ലാനത്തുല്ലാ അവിടെ എത്തിക്കുന്നു വലിയ ആലിമാവണേ. കാരണം അവന്റെ അത്ര ഇൽമിണ്ട് ഒരാൾക്കും ഇല്ല. കാരണം ആദം നബിരെ അണ്ടത്തെ കാലത്തിൽ നിന്നിട്ട് ജീവിച്ചു വന്ന ഒരാള് ഇണ്ടും ജീവിച്ചോല്ല. അപ്പൊ അങ്ങനത്തെ ഒരാള് അള്ളാഹുരെ പേടിച്ചില്ലാണ്ടായ ഒരു ആലിമേ അല്ല. അങ്ങനെ ആലിമാവനുണ്ട് ഇബ്ലീസ് എല്ലാ തന്റെ വലിയ ആലിമാവണി. അപ്പൊ അത് കഴിത്ത് അള്ളാഹുരെ പേടിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ദീന് പഠിക്കരുതരെ എന്തിരെ യഥാർത്ഥ ഉദ്ദേശം എന്തിരെ അള്ളാഹുരെ യഥാർത്ഥ രൂപത്തിൽ പേടിക്കണോ ചൊല്ലറതെ ടിക്കറ് മൂന്നാമത്തെ കാരണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കൂല. നാലാമത്തേത് ഞങ്ങൾ എന്ത് കേട്ട് ദീന് പഠിക്കണായേ ഖബറില് ഉള്ള ക്വസ്റ്റ്യനുക്ക് ആൻസർ ആക്കുക എത്തിക്കോൾ അല്ലെ. ഖബറില് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങളെ മയ്യത്ത് അവിടെ മറമാടിയിൽ പിന്നെ 2 മലക്കുമാർ ബണ്ടാറ് ഞങ്ങളൊട്ടിക്ക് 3 ക്വസ്റ്റ്യൻ കേൾക്കാർ. മൻ റബ്ബുക, നിന്റെ റബ്ബാർ. മാ ദീനുക, നിന്റെ ദീൻ എന്തിരെ. മൻ നബിയുക, നിന്റെ നബിയാർ. ഈ 3 ക്വസ്റ്റ്യൻ ഇണ്ട് ഞങ്ങൾ ബൈഹാട്ട് ആക്കിയറ ഇണ്ട് ഞങ്ങൾക്ക് ചൊല്ല മാത്ര. ഖബറിൽ ഞങ്ങൾക്ക് ചൊല്ലുണ്ടായെങ്കിൽ അള്ളാഹുടെ ദീന് പഠിച്ചിട്ടിക്കോണം. മൻ റബ്ബുക, നിന്റെ റബ്ബാർ. റബ്ബി അള്ളാഹ്, നന്റെ റബ്ബ് അള്ളാഹ് ചൊന്തു ചൊല്ലുന്നുണ്ടായെങ്കിൽ അള്ളാഹുടെ വിഷയം പഠിച്ചിട്ടിക്കോണം, അള്ളാഹുടെ വിഷയം അറിഞ്ഞിട്ടിക്കോണം. അള്ളാഹുടെ വിഷയം അറിയാത്ത അള്ളാഹുടെ വിഷയം പഠിക്കാത്ത ഒരാൾക്ക് അവന്റെ നാവ് ബണ്ടില്ല. അള്ളാഹുൻ ചൊല്ലുക അവന്റെ നാവുകു സാധ്യല്ല. അതേപോലെ മാ ദീനുക, നിന്റെ ദീൻ എന്തിരെ. ദീനി അൽ ഇസ്ലാം, നന്റെ ദീൻ ഇസ്ലാം ഉണ്ടാവുന്നു ചൊല്ലുന്നുണ്ടായെങ്കിൽ ദീന്റെ വിഷയം പഠിച്ചിട്ടിക്കോണം, ദീന്റെ വിഷയം അറിഞ്ഞിട്ടിക്കോണം. മൻ നബിയുക, നിന്റെ നബിയാർ. നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കറ് നന്റെ നബീൻ ചൊന്തു ചൊല്ലുന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയം അറിഞ്ഞിട്ടിക്കോണം. നബിയുടെ ജീവന ചരിത്രം എന്തിരെ, നബി എത്രത്തോളം നമുക്ക് മാതൃയായി തിന്ത് ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഖബറില് അവനുക്ക് ಅದಕ್ಕೆ ആൻസർ ആക്കുക സാധ്യവും. അപ്പൊ അത് കഴിത്ത് ഖബറില് ഞങ്ങളൊട്ടിಗೆ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോ ಅದಕ್ಕೆ ആൻസർ ആക്കുക സാധ്യവനുണ്ടായെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ പഠിച്ചിട്ടിക്കോളും. കാരണം ഖബർ ചൊല്ലறது ടിക്കറ് പരലോകത്തെ 1ാമത്തെ ഗേറ്റ്. ആ 1ാമത്തെ ഗേറ്റിലെ ഞങ്ങൾ ഫെയിൽ ആയെങ്കിൽ പിന്നെ എല്ലാത്തിലും ഫെയിൽ. ಅದಕ್ಕല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ പേടിച്ചു പോയിന്നി, ഖബർ കാണുമ്പോ ബുൽപുട്ടോ ഇന്നി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ കണ്ണിൽ തന്നി ಬಂತು, താടി റൂമെല്ലാം നഞ്ഞിത്ത് അത്രമാത്രം ബുൽപുട്ടോ ഇന്നി.
സഹാബിരങ്ങ കേട്ടാർ നിങ്ങന്തി ഖബർ കാണും ഈ നമ്മൾ ബുൽപുಡ್ರಿ നരകത്തെ അഭിഷേകിക്കും ഇങ്ങനെ ബുൽപുഡലല്ലേ ഖബറിനെ കാണും എന്നിങ്ങനെ ബുൽപുಡ್ರಿ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു சொல்றே നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொன்னது நான் கேட்றேன் இன்னல் ഖബറ അവ്വലു മൻസിലത്തിൻ മിൻ മനാസിലിൽ ആഖിറ ഖബർ சொல்றது ആഖിറത്തിലെ ഗേറ്റിൽ വെച്ച് ഒന്നാമത്തെ ഗേറ്റ് എത്തിക്ക് ആഖിറത്തിലെ ഗേറ്റിൽ വെച്ചിട്ട് ഒന്നാമത്തെ ഗേറ്റ് എത്തിക്ക് ഖബർ അങ്ങനെ ആ ഖബറിൽ ആറ് ബച്ചവായാണ് പിന്നെല്ലാം അവനുക്ക് സുലാഭായിട്ട് തീർന്നു ആറ് ആ ഖബറിൽ പരാജയപ്പെട്ടാണ് പിന്നെല്ലാം അവനുക്ക് കഷ്ടായിട്ട് തീർന്നു അത് കേട്ടിക്ക് ഖബർ കാണുന്ന ഉൾപ്പെടുറെ ചൊന്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹു சொல்றது നമുക്ക് കാണും അപ്പൊ അത് കഴിട്ട് ഖബറിൽ ഞങ്ങൾ ബച്ചവാവുന്നുണ്ടായെങ്കിൽ ആ ദീന്റെ വിഷയത്തിലും അള്ളാഹുടെ വിഷയത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലും ഞങ്ങൾ പഠിച്ചിട്ടിക്കും ഖബർ അത്ര നീച്ചമായ ജാഗ നാ കണ്ടിട്ടില്ലാണ്ടെത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് മാ റഅയ്തു മൻദറ ഖത്തുൻ ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു ഖബർ ഞാൻ നോക്കിയ മൻദർ ഞാൻ നോക്കിയ വിഷയത്തിൽ എല്ലാത്തണ്ടി ചീഞ്ഞതും എല്ലാത്തണ്ടി കഷ്ടത്തെ ഉള്ളേ മൻദർ അത് ഖബർ ஐத்திக்கற ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொல்றது കാണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരക നോക്കിർ ആയെങ്കിൽ നരകത്തെ വിഷയത്തിൽ അങ്ങനെ ചൊന്തില്ല മാത്ര നരക അതിനാട്ടി ശരിയണ്ടല്ല അതിനർത്ഥ നരകത്തില് ഭയാനകമായ ശിക്ഷ ഉണ്ട് മാത്ര ഖബറിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലുന്നുണ്ടായെങ്കിൽ അത്ര മാത്രം ಅದರ ഭയാനകത്തെ വിശേഷനാക്കിയിട്ട് എത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാണ് ഖബറിനെ പോലെ നീച്ചമായ ഒരു ജാഗ നാ വേറെ നോക്കിയിട്ടില്ല അപ്പൊ അത് കഴിട്ട് നമുക്ക് ഖബറിൽ ബച്ചവാവണ ദീന്റെ വിഷയം പഠിക്കണം അള്ളാഹുടെ വിഷയം പഠിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം പഠിക്കണം അപ്പൊ ഇത് ഇട്ടിക്കറ നാലാമത്തെ കാരണം അഞ്ചാമത്തെ ഞങ്ങൾ എന്ത് കഴിട്ട് ദീന് പഠിക്കര് അഞ്ചാമത്തെ കാരണ അള്ളാഹുടെ ആക്ഷേപത്തിൽ നിന്ന് ഞങ്ങൾ ബച്ചവാവുക ഇട്ടിക്കറ് അള്ളാഹുടെ ആക്ഷേപ എന്തിരെ ദുനിയാവുക അള്ളാഹു സുബ്ഹാനഹു വതആല ബലമേ കൊടുത്തിട്ടില്ല ദുനിയാവുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ലഅനത്തിട്ടാണ്ടെത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണ്ട് അദ്ദുനിയ മൽഊനത്തുൻ ദുനിയാവ് ഇടീ മൽഊനത്തേക്ക് മൽഊനത്ത് ചൊന്ന എല്ലാം ആക്ഷേപിക്കപ്പെട്ടതേക്ക് ദുനിയാവുക ഒരു ബലം അള്ളാഹു കൊടുത്തിട്ടില്ല പിന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചന്ദ്രേ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവുക ഒരു ഈ പേരെ റെക്കരത്ര ബല കൊടുത്തിരെങ്കിൽ അള്ളാഹുരെ ധിക്കരിക്കുന്ന ഒരാൾക്കും തന്നി കിട്ടലാണ് അള്ളാഹുരെ ധിക്കരിക്കുന്ന ഒരാൾക്കും ഒരു മുക്കിലി തന്നി കിട്ടലാണ് ഒരു ഡോട്ട് തന്നി കിട്ടലാണ് മാത്ര ഇന്ത്യ എല്ലാവർക്കും തന്നി കിട്ടിയോണ്ട് ಅದರ ಅರ್ಥ ಅಂದ್ರೆ ಈ ಪೇರತ್ತರ ಬೆಲೆ ಸಮೇತ ಈ ಪೇರೆ ರೆಕ್ಕೆರತ್ತರ ಬೆಲೆ ಸಮೇತ ಅಲ್ಲಾಹ್ ದುನಿಯಾவுக்கு கொடுத்துட்டல அப்ப அதுக்கு திக்கரு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்ற அத்-துன்யா மல்ஊனத்துன் துனியாவில் உள்ளதெல்லாம் லஅனத்திடப்பட்டதே திக்கர் எல்லாம் ஆക്ഷേപിക്കപ്പെട്ടதே திக்கர் വമൽഊനും മാ ഫീഹാ ദുനിയാവിൽ ഉള്ള എല്ലാ വസ്തുവും ലഅനത്തിടപ്പെട്ടതേ തിക്കർ ഒന്നും ഒരു ബലവുമില്ല പിന്നെമാ ഇല്ലാ ദിക്റല്ലാഹ് അള്ളാഹുടെ ദിക്ർ ഏതിലുണ്ടാ അത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തേ അള്ളാഹു ബല കൊടുത്തറ ಅದಕ್ಕೆ അള്ളാഹു സുബ്ഹാനഹു വതആല ബല കൊടുത്തറ അപ്പൊ അത് ദിക്ർ ഏതൊരു സദസ്സിൽ ഞങ്ങൾ ദയിക്കുമോ അള്ളാഹുടെ ദിക്ർ ഞങ്ങൾ ആക്കും അപ്പൊ ദുനിയാവുടെ വിഷയ പൽക്കബറിന്റെ ഒരു സദസ്സായെങ്കിൽ ലാസ്റ്റ് അവിടെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ എന്നിട്ട് ചൊല്ലണം ദുആ ചൊന്നു പോണു അല്ലേ സ്റ്റാർട്ട് ആക്കും അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അള്ളാഹുരെ സ്തുതിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಮೇಲೆ സലാത്ത് ചൊന്തൈತಿಕೊಂಡು ഞങ്ങൾ ആ സദസ്സ് സ്റ്റാർട്ട് ആക്കണായി അതിൽ നിന്ന് പിരിയുമ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് ഇത് ചൊന്തൈതിಕೊಂಡು അതിൽ നിന്ന് ഞങ്ങൾ പിരിയണായി അപ്പൊ അള്ളാഹുരെ ദിക്റുണ്ടാ ಅದಕ್ಕೆ എന്തുണ്ട് ಅದಕ್ಕೆ ಬೆಲೆ ಉಂಟು ಅದೇ ತಿಕ್ರ ನಬಿ ಸല്ലല്ലാಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ಲೆ ದುನಿಯಾವಿലുള്ള എല്ലാം ലഅനത്തിടപ്പെട്ടതേ തിക്ർ ഇല്ലാ ദിക്റല്ലാഹ് അള്ളാഹുരെ ദിക്ർ ഉള്ളത് ಬಿಟ್ಟಿಟ್ಟು വമാ വലാഹു ആ അള്ളാഹുരെ ദിക്ರಿಗೆ എത്തുപാട്ട് എന്തെല്ലാം കാര്യമുണ്ടാ അതെല്ലാം ഓക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ಅದಕ್ಕೆ ಬೆಲೆ ಕೊಡ್ತಾರ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ വആലിമൻ ആലിമുക അള്ളാഹു സുബ്ഹാനഹു വതആല ಬೆಲೆ ಕೊಡ್ತಾರ വമുതഅല്ലിമൻ ഇൽമു പഠിക്കുന്നവനുക്കും അള്ളാഹു ಬೆಲೆ ಕೊಡ್ತಾರ ഇത് നാല് വിഷയം മാത്രമേ തിക്ര അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ಬೆಲೆ കൊടുത്തിട്ടുള്ളേ ബാക്കി എല്ലാം ദുനിയാവുർദു ആക്ഷേപിക്കപ്പെട്ടതിന്റെ തിക്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ട് അപ്പൊ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ചൊന്നരെ ആലിമൻ വമുതഅല്ലിമൻ ഇൽമുള്ളവനും ഇൽമു പഠിക്കുന്നവനും അപ്പൊ ദുനിയാവുടെ പെറോൽ ഇങ്ങനെ പോകുമ്പോ കച്ചവടത്തെ പെറോൽ പോകുമ്പോ ബിസിനസ്സിന്റെ പെറോൽ പോകുമ്പോ അതില് ഞങ്ങൾക്ക് കിട്ടുന്ന ടൈമില് ഒരു തെല്ല് ടൈം അള്ളാഹുടെ മാർഗത്തിൽ ദീന് പഠിക്കുക ഒരു തെല്ല് ടൈം ഞങ്ങൾ കണ്ടെത്തുകൂ ഞങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ അള്ളാഹുടെ ആക്ഷേപത്തിൽ നിന്ന് ഞങ്ങൾ എന്താ ബച്ചവാവിട അപ്പൊ ഇങ്ങനെ ദീന് പഠിക്കുന്ന എന്തുക
ഈ എല്ലാ കാരണ ഇല്ലാണ്ടാവുകയും അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിൽ തന്നതായ മഹത്വ ഇതിൽ തന്നതായ ശ്രേഷ്ഠത കിട്ടുക വേണ്ടിയിട്ട് തിക്കറ് ഞങ്ങൾ ദീന് പഠിക്കണായി. അപ്പൊ ദീന്റെ വിഷയത്തിൽ യാറ് ഞങ്ങൾ ശ്രദ്ധിക്കണു, യാറ് ഞങ്ങൾ ഇതാക്കണു. കാരണം ഞങ്ങും പഠിക്കണം, അതേപോലെ ഞങ്ങളെ മക്കളും ഞങ്ങൾ പഠിപ്പാട്ടണം, ഞങ്ങളെ പെഞ്ഞൈമാരും ഞങ്ങൾ പഠിപ്പാട്ടും. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസിമാരെ, നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ ബച്ചവാക്കുറു നരകത്തിൽ നിന്ന്, നിങ്ങളെ കുടുംബത്തങ്ങളും നിങ്ങൾ നരകത്തിൽ നിന്ന് ബച്ചവാക്കും. നിങ്ങളെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ നരകത്തിൽ നിന്ന് ബച്ചവാക്കുന്നു ചൊന്നതിന്റെ ഉദ്ദേശം എന്തേ? അലി റളിയല്ലാഹു അൻഹു ആ ആയത്ത് വിശദീകരിച്ചു ചൊല്ലു, അദ്ദിബൂഹു, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പാട്ടൊരു, വഅല്ലിമൂഹു, ദീന്റെ വിഷയം നിങ്ങൾ പഠിപ്പാട്ടൊരു ഉണ്ടേ തിക്കറ് ಅದರ ഉദ്ദേശ. അപ്പൊ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ പെഞ്ഞൈമാർക്ക് അദബും ഇൽമും പഠിപ്പാട്ടി കൊടുക്കണായത് ഞങ്ങളെ മേലുള്ള ഒരു ബാധ്യത ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾ പഠിക്കുന്നൊട്ടികമേ ഞങ്ങളെ കുടുംബത്തങ്കും ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കും. അതുക്കുള്ള പ്രോത്സാഹം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? അതിരത്ര വലിയ മഹത്വം വേറെ ഏതുമില്ല. ദീന് പഠിക്കുന്നത്ര മഹത്വം വേറെ ഏതുമില്ല ദുനിയാവിൽ. റബ്ബി സിദ്നി ഇൽമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റട്ടി അല്ലാഹു ചൊന്തല്ലേ, വഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയെ നിങ്ങൾ ഇങ്ങനെ ദുആർക്കണു. എങ്ങനെ ദുആർക്കണു? റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ നക്ക് നീ ഇൽമു യാറാക്കി താണ്ട് നിങ്ങൾ ദുആർക്കറു. ഈ ആയത്തിൽ വിശദീകരിച്ച് ഇമാം ഖുർത്തുബി ചൊല്ലറേ, ഇൽമല്ലാത്ത വേറെ ഏതെങ്കിലും ശ്രേഷ്ഠത്തെ ഇന്നിരുണ്ടായെങ്കിൽ അള്ളാഹുര മുട്ട ഇൽമല്ലാത്തത് വേറെ ഏതെങ്കിലും ശ്രേഷ്ഠത്തെ ഇന്നിരുണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് യാറായി കിട്ടകു ചൊല്ലാത്ത് നബിരൊട്ടിಗೆ. മാത്രമാ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യാറാക്കി കിട്ടകു നിങ്ങൾ ഇങ്ങനെ ദുആർക്കറു ചൊന്ന ഒരേ ഒരു വിഷയ, അത് ഇൽമു മാത്രമായിട്ട്. വേറെ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവുർದು യാറായിട്ട് കിട്ടകു ദുആർക്കു ചൊന്തേ ಇಲ್ಲ. ಸಂಪತ್ತಿ ಯಾರಾയിട്ട് കിട്ടകു ദുആർക്കു ചൊന്തിಲ್ಲ, അല്ലെങ്കിൽ ಸಂತಾನ ಯಾರಾಕಿ കിട്ടകു ദുആർക്കു ചൊന്തേ ಇಲ್ಲ. അല്ലാഹു സുബ്ഹാനഹു വ തആല ಯಾರಾಕಿ കിട്ടകു ദുആർക്കു ചൊന്നരെ അത് ഇൽമുര വിഷയ മാത്രമായിട്ട് ചൊല്ലത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അപ്പൊ അത് കഴിത്ത് ദീന്റെ ഇൽമുര വിഷയത്തിൽ യാറ ശ്രദ്ധിച്ചിട്ട് അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അങ്ങനത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ആവുകയും ഞങ്ങൾ ശ്രദ്ധിക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള ആൾമാർ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആക്കി തീർക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.